കേരളത്തിന് ഒട്ടും സുപരിചിതമല്ലാത്ത നിരവധി അടവുകളും തന്ത്രങ്ങളുമാണ് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് തട്ടകത്തിൽ കണ്ടത്. അത്തരത്തിലുള്ള നീക്കങ്ങൾ കൊണ്ട് തന്നെ കേരള രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറിമറിയുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകൾ മൂന്ന് മുന്നണികൾക്കും നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. ഇടതുമുന്നണിയെ സംബന്ധിച്ച് ഇപ്പോൾ തിരക്കിട്ട തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലേക്ക് കടന്നിട്ടില്ല. എന്നാൽ UDFിൻ്റെയും BJPയുടെയും ഭാഗത്തു നിന്നും തിരക്കിട്ട നീക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. വയനാട്, ചേലക്കര, പാലക്കാട് എന്നീ മണ്ഡലങ്ങൾ പരിശോധിക്കുമ്പോൾ BJPയുടെ A ക്ലാസ് മണ്ഡലമാണ് പാലക്കാട് എന്ന് കാണാം. ഒന്ന് ആഞ്ഞു പിടിച്ചാൽ ഒരുപക്ഷെ പാലക്കാട് വീണ്ടും BJPക്ക് കയ്യിലെടുക്കാം. അതിനുള്ള തയ്യാറെടുപ്പുകളുടെ ഭാഗമായി രഹസ്യ യോഗങ്ങൾ, സ്ഥാനാർത്ഥി ചർച്ചകൾ ഇവയെല്ലാം തന്നെ സജീവമായി BJP തുടങ്ങിക്കഴിഞ്ഞു. മൂന്ന് മുന്നണികൾക്കും അഭിമാന പോരാട്ടമായതുകൊണ്ട് തന്നെ BJPക്ക് മേൽ RSSന്റെ സമ്മർദ്ദം മുറുകി വരികയുമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പരമാവധിയിടത്ത് ഭരണം പിടിച്ചെടുക്കാനാണ് സംസ്ഥാന BJP നേതൃത്വത്തിന് RSS നിർദ്ദേശം നൽകിയിരിക്കുന്നത്. RSS പരമാവധി തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ വിജയിക്കുന്നതിന് വേണ്ട പിന്തുണ RSSന്റെ സംസ്ഥാന ഘടകം നൽകുമെന്നും ഉറപ്പ് നൽകിയിട്ടുണ്ട്. BJP അഖിലേന്ത്യാ സംഘടനാ ജനറൽ സെക്രട്ടറിയായ BL സന്തോഷിന്റെ സാന്നിധ്യത്തിൽ കഴിഞ്ഞ ദിവസം BJPയുടെ സംസ്ഥാന നേതൃത്വവും RSS കേരള ഘടകങ്ങളുടെ നേതാക്കളും തമ്മിൽ നടന്ന കൂടിക്കാഴ്ചയിലാണ് ഇത്തരത്തിലുള്ള തീരുമാനങ്ങളെല്ലാം ആയത്. ചർച്ചയിൽ BJP കേരള പ്രഭാരിയായ പ്രകാശ് ജാവദേക്കർ, സഹപ്രഭാരിയായ അപരാജിത സാരംഗി MP, സംസ്ഥാന പ്രസിഡന്റായ K സുരേന്ദ്രൻ, മുൻ സംസ്ഥാന പ്രസിഡന്റുമാരായ കുമ്മനം രാജശേഖരൻ, V മുരളീധരൻ, PK കൃഷ്ണദാസ് തുടങ്ങിയവരെല്ലാം തന്നെ ഈ സമ്മേളനത്തിൽ തടിച്ചുകൂടിയിരുന്നു. ചേലക്കര, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുകൾ സംബന്ധിച്ച ചർച്ചയ്ക്കായി കോർ കമ്മിറ്റി യോഗം 8-ാം തീയതി കൊച്ചിയിൽ നടക്കുമെന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്നാൽ അതേസമയം തന്നെ 4 വർഷങ്ങൾക്ക് ശേഷം കമ്മിറ്റിയിലേക്ക് ശോഭാ സുരേന്ദ്രനെ BJP തെരഞ്ഞെടുക്കുകയും ചെയ്തു. വനിതാ പ്രാതിനിധ്യം വേണമെന്ന നിർദ്ദേശത്തെ തുടർന്നായിരുന്നു ഈ തീരുമാനം. ആലപ്പുഴയിലെ പ്രകടനവും കോർ കമ്മിറ്റിയിലേക്കുള്ള തിരിച്ചുവരവിന് ഗുണമായെന്നും വിലയിരുത്തലുകളുണ്ട്. ശോഭാ സുരേന്ദ്രനെ കൂടാതെ സംസ്ഥാന ഉപാധ്യക്ഷനായി KS രാധാകൃഷ്ണനെയും കോർ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 2020 K സുരേന്ദ്രൻ അധ്യക്ഷനായ ശേഷമാണ് ശോഭാ സുരേന്ദ്രനെ കോർ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കുന്നത്. എന്നാൽ അതുവരെ സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായിരുന്നു ശോഭ. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് പാർട്ടിയിൽ നിന്നും അകലത്തിലായിരുന്ന ശോഭ പിന്നീട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ മത്സരിക്കുകയായിരുന്നു. ആ ആലപ്പുഴ മണ്ഡലത്തിൽ മികച്ച മുന്നേറ്റമുണ്ടാക്കാൻ ശോഭയ്ക്ക് സാധിക്കുകയും ചെയ്തു. എന്നാൽ ഉപതെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ പുരോഗമിക്കെ പാലക്കാട് BJPയിൽ ഭിന്നത രൂക്ഷമായി തുടരുകയുമാണ്. നിലവിലെ അവസ്ഥയിൽ മുന്നോട്ട് പോയാൽ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിക്കാനാകില്ല എന്നാണ് പ്രവർത്തകരുടെ വാദം. കൂട്ടായ പ്രവർത്തനം ജില്ലാ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല എന്ന വിമർശനവും ഉയർന്നു വരുന്നുണ്ട്. ജില്ലാ നേതൃത്വത്തിനെതിരെ തുറന്നടിച്ചുകൊണ്ട് ജില്ലാ കമ്മിറ്റി അംഗമായ തരൂർ സുരേന്ദ്രൻ രംഗത്തുമെത്തി. വിഭാഗീയത പാർട്ടിയിൽ കാര്യമായി ഉണ്ടെന്നും നിലവിലെ അവസ്ഥയിൽ മുന്നോട്ട് പോയാൽ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ കഴിയില്ല എന്നുള്ള വിമർശനങ്ങളും പാർട്ടിക്കുള്ളിൽ തന്നെ ശക്തമാണ്. കൂട്ടായ പ്രവർത്തനം ജില്ലാ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല എന്നും താൻ എന്ന ഭാവമാണ് നേതാക്കളിൽ പലർക്കുമെന്നും അദ്ദേഹം വിമർശിക്കുന്നുമുണ്ട്. പാർട്ടിക്കുള്ളിൽ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാനാണ് പലരും ശ്രമിക്കുന്നതെന്നും തെരഞ്ഞെടുപ്പിൽ ജയിക്കണമെന്ന താല്പര്യം പല നേതാക്കൾക്കും ഇല്ല എന്നും ആരെങ്കിലും വളർന്നു വരുന്നത് കണ്ടാൽ അപ്പോൾ അവരെ വെട്ടിനിർത്തുമെന്നുള്ള ആക്ഷേപം പോലും പാർട്ടിക്ക് ഉള്ളിൽ നിന്ന് ഉയർന്നു വരുന്നുണ്ട്. ഈ സാഹചര്യങ്ങളെല്ലാം തന്നെ കാണിക്കുന്നത് BJP വരാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും വലിയ മുന്നേറ്റത്തിന് വേണ്ടി ശ്രമിക്കുകയാണ് എന്ന് തന്നെയാണ്. മികച്ച സംഘടനാ സംവിധാനം തന്നെയാണ് BJPയുടെ എക്കാലത്തെയും വിജയമുദ്ര എന്ന് കാണാൻ സാധിക്കും. എന്നാൽ അതേസമയം തന്നെ ഇപ്പോൾ കോൺഗ്രസിനുള്ളിലെ പടലപ്പിണക്കം എന്ന് പറയുന്ന സാഹചര്യത്തിലേക്ക് BJPയും നീളുന്നു എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും ശ്രദ്ധേയമായ ഘടകം. BJPക്ക് ഉള്ളിൽ തന്നെ പലതരത്തിലുള്ള വിഭാഗീയത രൂക്ഷമാകുന്നുണ്ട്. അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കോർ കമ്മിറ്റിയെ സംബന്ധിച്ച് നടന്ന ചർച്ചകളും അതിനുശേഷമുള്ള ശോഭാ സുരേന്ദ്രന്റെ മാസ് എൻട്രിയും എല്ലാം തന്നെ. എന്തു തന്നെയാണെങ്കിലും ഇനി വരാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പ്, തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ BJPയെ സംബന്ധിച്ച് അത് അഭിമാന പോരാട്ടം തന്നെയാണ്. അതുകൊണ്ട് പ്രത്യേകിച്ചും ഉപതെരഞ്ഞെടുപ്പ് പരിശോധിക്കുമ്പോൾ പാലക്കാട് എന്നത് BJPയെ സംബന്ധിച്ച് A ക്ലാസ് മണ്ഡലം തന്നെയാണ്. ഒരർത്ഥത്തിൽ കോൺഗ്രസിനെ ആണെങ്കിലും CPMനെ ആണെങ്കിലും പിന്നിലാക്കിക്കൊണ്ട് മുന്നേറാനായിട്ടുള്ള എല്ലാ സാധ്യതകളും BJPക്ക് പാലക്കാട് ഉണ്ട് എന്നും കാണാൻ സാധിക്കും. എന്നാൽ അതേസമയം തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലും BJPക്ക് വലിയ തരത്തിലുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കും. കാരണം BJPയെ സംബന്ധിച്ച് BJPയുടെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ വരുന്നത് അടിത്തട്ടിൽ നിന്നും തന്നെയാണ്. ആ അടിത്തട്ടിൽ നിന്നും BJP വേരുറപ്പിക്കാനുള്ള ശ്രമം തുടങ്ങിയിട്ട് നാളുകളേറെയായി. അതിനുള്ള ഫലവും കണ്ടു തുടങ്ങി. പ്രത്യേകിച്ചും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് സ്വന്തമാക്കിയ BJPക്ക് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ സീറ്റുകൾ സ്വന്തമാക്കാനായി വലിയ ബുദ്ധിമുട്ടില്ല എന്നുള്ള വിശകലനങ്ങളും വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് RSSന്റെ ഭാഗത്തു നിന്നും BJPക്ക് നേരെ ഇത്ര വലിയ സമ്മർദ്ദം ഉണ്ടാകുന്നതിനുള്ള പ്രധാന കാരണവും. ഇനി BJPയെ സംബന്ധിച്ച് പരിശോധിക്കുകയാണെങ്കിൽ K
കെ സുരേന്ദ്രൻ അധ്യക്ഷ സ്ഥാനത്തെത്തിയിട്ട് 10 വർഷത്തോളമായി. ഈ 10 വർഷം കൊണ്ട് BJPക്ക് നേട്ടമുണ്ടായെങ്കിലും തെരഞ്ഞെടുപ്പാനന്തരമുള്ള കാര്യങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ കെ സുരേന്ദ്രന്റെ പ്രവർത്തന മികവ് കൊണ്ട് വലിയ നേട്ടം BJPക്ക് ഉണ്ടായി എന്നുള്ള വിലയിരുത്തലിൽ എത്താൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ സുരേന്ദ്രന്റെ അധ്യക്ഷ സ്ഥാനത്തെ സംബന്ധിച്ചുകൊണ്ടുള്ള നിരവധി ചർച്ചകൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയങ്ങളിൽ ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ BJPയുടെ സാഹചര്യത്തിൽ ശോഭാ സുരേന്ദ്രന്റെ പേര് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് ഉയർന്നു കേൾക്കുന്നുണ്ട്. ഒരർത്ഥത്തിൽ ശോഭാ സുരേന്ദ്രനെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് ഉയർത്തിക്കൊണ്ടുവന്നുകൊണ്ട് കെ സുരേന്ദ്രനെ മാറ്റി നിർത്തുകയാണെങ്കിൽ അതൊരു പക്ഷേ കേരളത്തിൽ തന്നെ BJPയുടെ വേര് ആഴത്തിലിറക്കുന്നതിന് തുല്യം തന്നെയായിരിക്കും. കാരണം കേന്ദ്രത്തെ സംബന്ധിച്ചുകൊണ്ട് ശോഭാ സുരേന്ദ്രന് മേൽ അത്ര തന്നെ വിശ്വാസമുണ്ട്. അതിനുള്ള പ്രധാന കാരണം ശോഭാ സുരേന്ദ്രന്റെ ഇതുവരെയുള്ള തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം തന്നെയാണ്. ശോഭാ സുരേന്ദ്രൻ എവിടെയെല്ലാം മത്സരിക്കാൻ തയ്യാറായി ഇറങ്ങിയിട്ടുണ്ടോ അവിടെയെല്ലാം തന്നെ BJPക്ക് വലിയ മുന്നേറ്റമുണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ശോഭാ സുരേന്ദ്രൻ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് ഉയർന്നു വരികയാണെങ്കിൽ അത് BJPക്ക് വലിയ നേട്ടം തന്നെയായിരിക്കും. പ്രത്യേകിച്ചും 3 തെരഞ്ഞെടുപ്പുകളാണ് ഇനി കേരളം അഭിമുഖീകരിക്കാനിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്. ഈ സാഹചര്യത്തെ മുൻകൂട്ടി കണ്ടുകൊണ്ട് അത്തരത്തിലുള്ള നീക്കങ്ങൾക്കും സാധ്യത ഏറെയാണ്. എന്നാൽ അതേസമയം തന്നെ ഉപതെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചുകൊണ്ട് വലിയ തരത്തിലുള്ള വോട്ട് ഭിന്നിപ്പിലേക്ക് BJP സഖ്യം ഒരുങ്ങുന്നുണ്ട് എന്നുള്ള വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. കോൺഗ്രസുമായാണ് BJP സഖ്യം അത്തരമൊരു തീരുമാനത്തിലേക്കെല്ലാം നീങ്ങുന്നത് എന്നുള്ള വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അതിനെ സംബന്ധിച്ചും വലിയ തരത്തിലുള്ള ആക്ഷേപം BJPയുടെ പ്രവർത്തകർക്കിടയിൽ നിന്നും അണികൾക്കിടയിൽ നിന്നും ഉയർന്നു വരുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. എന്ന് തന്നെയാണെങ്കിലും BJPയുടെ ഉള്ളിലെ പടലപ്പിണക്കങ്ങൾ മാറ്റി നിർത്തിക്കൊണ്ട് പരിശോധിക്കുകയാണെങ്കിൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്, വരാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പ്, വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഇതിനുള്ള എല്ലാ ഒരുക്കങ്ങളും BJPയുടെ ഭാഗത്തു നിന്ന് നടക്കുന്നുണ്ട്. അതിനുള്ള രഹസ്യ യോഗങ്ങളും നടക്കുന്നുണ്ട്. ആ യോഗങ്ങളിൽ പ്രത്യേകമായ അജണ്ടകളും BJP നടപ്പിലാക്കുന്നുണ്ട്. മാത്രമല്ല RSSന്റെ പൂർണ്ണ പിന്തുണയും കേരളത്തിന് BJPക്ക് ഉണ്ട് എന്നുള്ളതും ശ്രദ്ധേയം തന്നെയാണ്. പലപ്പോഴും നിലനിന്നിരുന്ന RSS BJP തർക്കം ഈ സാഹചര്യത്തിൽ ഇല്ല എന്നുള്ളതും ശ്രദ്ധേയം തന്നെയാണ്. അതുകൊണ്ട് തന്നെ BJPയെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പുകളെല്ലാം ഏറെ നിർണായകമാണ്. കേരളത്തെ സംബന്ധിച്ച് കേരളത്തിന്റെ രാഷ്ട്രീയ സമവാക്യങ്ങളെല്ലാം തന്നെ തിരുത്തിയെഴുതപ്പെടാനുള്ള സമയവുമായിട്ടുണ്ട്.